കഴിഞ്ഞ ദിവസമാണ് ആപ്പിളിൻ്റെ ഇവൻറ്റ് നടന്നത്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു, സത്യമായിട്ട് പറയാം. ആൻഡ് പ്രത്യേകിച്ച് അധികം വലിയ ഇന്നോവേഷനും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറയുകയാണ്, എനിക്കിവിടെ നിന്ന് പറയാമല്ലോ. അപ്പം ഇനി എല്ലാ കൊല്ലം ഐഫോൺ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അറ്റ്ലീസ്റ്റ് ടൈപ്പ് സി എങ്കിലും ഉണ്ടായിരുന്നു. ഈ കൊല്ലം പ്രത്യേകിച്ചൊന്നും ഇല്ല, പറയാനൊന്നുമില്ല. ഇനി ഇവൻറ്റിൽ നടന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ ഈ വീഡിയോയിലൂടെ ഫുള്ള് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ് കൊള്ളുടെയും കളയേണ്ട. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഐഫോണിനെ കുറിച്ച് പറയുന്നില്ല, ആദ്യം മറ്റ് സാധനങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. പിന്നെ സെരീസ് 10 വാച്ച് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് തിന്നാണ്, ഒരു വലിയ ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വലിയ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബെസലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സ് അത്യാവശ്യം ലൗഡാക്കിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ ഒരു സംഭവം, അതായത് ഒരു ഡിസീസ് പോലുള്ള അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ കൊണ്ടുവന്ന് നല്ല കാര്യം. അതായത് ഹെൽത്തിന് കുറച്ച് റിലേറ്റബിൾ ആണല്ലോ. അപ്പം 47,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 47,000 ഉണ്ടെങ്കിൽ ഒരു ഫോൺ എടുക്കാം. പിന്നെ നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വാച്ച് അൾട്രാ 2 ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചേഞ്ചും ഇല്ല, പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. 90,000 രൂപ വരുന്നുണ്ട്. എയർപോഡ്സ് 4ഉം എയർപോഡ്സ് 4 ANCയും വന്നിട്ടുണ്ട്. അതങ്ങനെയാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഒന്ന് 4 പിന്നെ 4 ANC രണ്ടെണ്ണം. അതിൽ ഹിയറിംഗ് എയ്ഡ്സ് വരുന്നുണ്ട്, അതായത് ചെവിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉള്ള പരിപാടികൾ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതൊരു അത്യാവശ്യം നല്ലൊരു പുതിയൊരു സംഭവമാണ്. എന്തായാലും നല്ലതായിട്ട് തോന്നി. ഇനിയും എയർപോഡ്സ് 4ന് 13,000ഉം ANCക്ക് 18,000 രൂപയാണ് വരുന്നത്. എയർപോഡ്സ് മാക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല, അതായത് ചെവിയിൽ ഇങ്ങനെ വയ്ക്കുന്ന സാധനം. ടൈപ്പ് സി വന്നിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ പുതിയ കുറച്ച് കളർ വേരിയൻസും വന്നിട്ടുണ്ട്. 60,000 രൂപയാണ് പ്രൈസ്. 60,000 രൂപയ്ക്കൊക്കെ സ്പീക്കർ വാങ്ങുന്നവനെ ഹെഡ്സെറ്റ് വാങ്ങുന്നവനെ സമ്മതിക്കണം. അത്രയും പൈസ ഉള്ളവനാണ് പിന്നെ കുഴപ്പമില്ല, പിന്നെ ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ. ഇനി ഐഫോൺസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ നോൺ പ്രോ മോഡൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 16 6.1 ഇഞ്ചസും 16+ 6.7 ഇഞ്ചസിൻ്റെയും സ്ക്രീനാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നല്ല ഡിസ്പ്ലേ ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. സെറാമിക് ഷീൽഡിൻ്റെ 2nd ജനറേഷൻ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ കുറച്ചുകൂടി ടഫർ ആയിരിക്കും. 50% കുറച്ചുകൂടി ടഫറാണ്, ഡ്യൂറബിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പുതിയ ഗംഭീര ഡിസൈൻ അവർ ഡയഗണലി കൊണ്ടുവന്നപ്പം അത് ഇന്നോവേഷൻ ആയിരുന്നു. പിന്നെ ഐഫോൺ 11 അതിലേക്ക് തന്നെ പോകുന്നത് ഇപ്പോൾ പുതിയൊരു ഇന്നോവേഷനായി മാറി. സ്പേഷ്യൽ വീഡിയോ എടുക്കാം എന്നാണ് പറയുന്നത്. സ്പേഷ്യൽ വീഡിയോ എടുക്കണമെങ്കിൽ ആ രീതിയിലേക്ക് ക്യാമറ വരണം, വെർട്ടിക്കലായിട്ട് വരണം. സ്പേഷ്യൽ വീഡിയോ എടുത്താൽ ആപ്പിൾ വിഷൻ പ്രോയിലേ കാണാൻ പറ്റും. ആപ്പിൾ വിഷൻ പ്രോ വാങ്ങണമെങ്കിൽ നല്ല പൈസയുണ്ട്. ഡൈനാമിക് ഐലൻഡ് ആണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പുതിയ കുറച്ച് വൈബ്രൻറ്റ് കളർ വേരിയൻസ് വന്നിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കളേഴ്സാണ്. പിന്നെ പുതിയൊരു ബട്ടൺ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം പ്രോ മോഡൽസിൽ മാത്രം വന്നിരുന്ന ആക്ഷൻ ബട്ടൺ ഇവിടേക്ക് കൊണ്ടുവന്നു, നല്ല കാര്യം. ആക്ഷൻ ബട്ടൻ്റെ കൂടെ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് അവർ ഒമനപ്പേരിട്ട് വിളിപ്പിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ആ സാധനം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ സൂമിങ് മാറ്റാൻ പറ്റും. പിന്നെ അത് തൊട്ടാൽ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം, ക്യാമറ കൺട്രോൾസ് ഉപയോഗിക്കാം, എക്സ്പോഷർ മാറ്റാം, ഫോക്കസ് മാറ്റാം. സിൻസ് വെൻ എന്നാണ് നമ്മൾ ഫോക്കസൊക്കെ മാനുവലി മാറ്റാൻ തുടങ്ങിയത്? ഇപ്പോഴത്തെ കാലത്തെ ഫോണുകളിൽ, പ്രത്യേകിച്ച് ഐഫോൺ പോലുള്ളതിലൊക്കെ ഫോക്കസ് മാനുവലി ചേഞ്ച് ചെയ്യുന്നത് എത്ര പേരുണ്ടാവും? എത്ര പേർക്ക് ആ ഒരു ബട്ടൺ യൂസ്ഫുൾ ആയിരിക്കും? ഇപ്പം വന്ന് ഇന്നോവേഷൻ ഇല്ലാത്തത് കൊണ്ട് ശരിയാണ്, അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ബേസ് ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി അങ്ങോട്ട് പൊങ്ങാനൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ ഇമാജിനേഷൻ തന്നെ ചിന്തിച്ച് നോക്ക്. പുതിയൊരു കളറ് കണ്ടുപിടിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ സംഭവം. നമ്മളെന്താക്കാനാ? ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. ഇനി എല്ലാ കൊല്ലവും ഇങ്ങനെ ഐഫോൺ ഇറക്കണം എന്നൊന്നുമില്ല, 2 കൊല്ലം കൂടുമ്പോൾ ഇറക്കിയാലും സന്തോഷം. പിന്നെ അവർക്ക് പൈസ ഉണ്ടാക്കണം, അത് വേറെ കാര്യം. അപ്പം അങ്ങനെയാണ് 2 ബട്ടൺസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ A18 ചിപ്സെറ്റാണ് ഇവിടെ വരുന്നത്. A17 അവർ കൊടുത്തിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ A17 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉണ്ടല്ലോ, പ്രോ മോഡലിൽ വന്നേ, ആ സെയിം ചിപ്സെറ്റ് തന്നെയാണ്. ചെറിയ ട്വീക്കിംഗ് ഒക്കെ വരുത്തിയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. റേ ട്രേസിങ് സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റാണ്. AAA ഗെയിംസ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ പ്രോ മോഡലുകളിൽ വന്നിരുന്ന ഭയങ്കര റെസിഡൻറ്റ് ഈവിലൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ 5 കോർ GPU ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 3nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ്. പിന്നെ ബിഗ്ഗർ ബാറ്ററി ആണെന്ന് പറയുന്നുണ്ട്. ഒബിയസ്ലി ടൈപ്പ് സി ആണ്.
പിന്നെ ഒരു തെർമൽ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹീറ്റിംഗ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ തെർമൽ ഷീറ്റുള്ളതുകൊണ്ട് ഹീറ്റിംഗ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് പെർഫോമൻസ് കൂടുതൽ കിട്ടും. ഹാർഡ് കോർ ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം നല്ലോണം കുറച്ചുകൂടി പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ മാക്സേഫിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 48 മെഗാ പിക്സലിൻ്റെ 2x ടെലിഫോട്ടോ ക്യാമറ എന്നാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് ടെലിഫോട്ടോ എന്ന് പച്ചയ്ക്ക് നോണ പറയരുതായിരുന്നു. കാരണം അത് 2x ഒപ്റ്റിക്കൽ സൂമല്ല, ഡിജിറ്റൽ സൂമാണ്. അതായത് സെൻസർ ക്രോപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് ടെലിഫോട്ടോ ലെൻസ് അല്ല, അത് വൈഡ് ക്യാമറയാണ്, വൈഡ് ആംഗിൾ ക്യാമറയാണത്. അപ്പം കള്ളത്തരം പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കരുതായിരുന്നു എന്നെനിക്ക് തോന്നി. അതിൻ്റെ കൂടെ ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാണ്. അതിന് ഓട്ടോ ഫോക്കസ് വന്നിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. സോ അത്യാവശ്യം നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് അൾട്രാ വൈഡിൽ തന്നെ എടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. കാരണം ഓട്ടോ ഫോക്കസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും അൾട്രാ വൈഡിൻ്റെ അകത്ത്. സെൽഫി ക്യാമറയെ കുറിച്ച് അധികം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ കഴിഞ്ഞ കൊല്ലത്ത് തന്നെ ആവാനാണ് സാധ്യത. ബിഗർ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഹവേഴ്സിൻ്റെ ഒരു കൂട്ടൽ മാത്രമാണ് അവരുടെ സൈറ്റിൽ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്. സോ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ചാർജിങ് സ്പീഡ്സിൽ യാതൊരു മാറ്റമില്ല. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഒരു ഇന്നോവേഷൻ അവർക്ക് കൊണ്ടുവരായിരുന്നു പേരിന്. പക്ഷെ അതും അവർ ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് USB Type-C വേർഷൻ 2.0 മാത്രമാണ്. ഡിസ്പ്ലേ ഇപ്പോഴും 60 Hz ആണ്, 120 Hz കൊണ്ടുവന്നിട്ടില്ല. അത് ഭയങ്കര വലുതാവാനാണ്. ഉള്ള കാര്യം പറയാം, ഭയങ്കര കഷ്ടമാണ്. 60 Hz 80,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. 80,000 രൂപയ്ക്ക് 60 Hz ഈസ് നോട്ട് ഇനഫ്. ആൻഡ് അതും മാത്രമല്ല 128 GB ആണ് 80,000 രൂപയ്ക്ക് അവർ തരുന്നത്. 128 GB ഭയങ്കര ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറില്ല, ഭയങ്കര കഷ്ടമാണ്. ആൻഡ് അത് iPhone 17 വെച്ചായിരിക്കും മേ ബി ഈ 120 Hz ഒക്കെ. ഇനി 16 പ്രോ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Pro 6.3 ഇഞ്ചസ്, Pro Max 6.9 ഇഞ്ചസ്. പുതിയ കളേഴ്സ് അവിടെയും വന്നിട്ടുണ്ട്. ചൊട്ടക്കോയ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അതിന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 120 Hzൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. തിൻ ബെസൽസ് ആണ്, ബെസൽസ് തിന്നാക്കിയിട്ട് കുറച്ചൊരു കാണാൻ രസമുണ്ട്. പ്രത്യേകിച്ച് ആ 6.9 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗജഗംഭീര സാധനം ഇരിക്കും, നല്ല വലുപ്പമുണ്ടാവും. ഇതിനും ഉണ്ട് ആക്ഷൻ ബട്ടൺ, ക്യാമറ കൺട്രോൾ ബട്ടൺ, സെറാമിക് ഷീൽഡ്, 2nd gen ആണ് വന്നിരിക്കുന്നത്. A18 Pro ആണ് ഇവിടെ വരുന്നത്. നേരത്തെ A18ൻ്റെ അകത്ത് നിങ്ങൾക്ക് 6 കോർ GPU 5 കോർ GPU ആയിരുന്നെങ്കിൽ ഇവിടെ 6 കോർ GPU ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെയും തെർമൽ ഷീറ്റ് വരുന്നുണ്ട്. ഇവിടെ ബിഗർ ബാറ്ററി ആണെന്ന് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി 6.9 ഇഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടി ബിഗർ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും മാക്സേഫിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഓട്ടോ ഫോക്കസ്, പിന്നെ 12 മെഗാ പിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ആണ് വരുന്നത് 2 ഫോൺസിലും, പ്രോയിലും Pro Maxലും. അപ്പം RIP to 3x ടെലിഫോട്ടോ. അതായത് കഴിഞ്ഞ കൊല്ലം പ്രോൻ്റെ അകത്ത് 3x-ഉം Pro Maxൻ്റെ അകത്ത് 5x വരുന്നു. പ്രാവശ്യം 2 5x ആക്കി. 3x ആയിരുന്നു കുറച്ചും കൂടി നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനം എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ 2 5x ആക്കി. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ നോർമൽ ക്യാമറയും കിട്ടുന്നുണ്ട്. അത് IS സെൻസർ ഷിഫ്റ്റ് പരിപാടിയൊക്കെ ഉള്ളതാണ്. അതും ഇവിടെ പറയുന്നത് 2x ഒപ്റ്റിക്കൽ ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ്. അതും സംഭവം സെൻസർ ക്രോപ്പിംഗ് ആണ്. അപ്പം 2x നിങ്ങൾ എടുക്കുമ്പം സെൻസർ ക്രോപ്പിംഗ് ആണ് വരുന്നത്. 5x എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒപ്റ്റിക്കൽ ക്വാളിറ്റി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ കുറേ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് കൊണ്ടുവന്നിട്ട് ബേസിക്കലി ഫിൽറ്റേഴ്സ് ആണ്. പക്ഷെ അത് ആപ്പിളാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓഡിയോ മിക്സ് എന്നൊക്കെ ഓരോ പറഞ്ഞിട്ട് ഫീച്ചർ വരുന്നുണ്ട്. അതായത് സംഭവം ഓഡിയോ സൂമാണ്. മാത്രവുമല്ല ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം എന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് വിചാരിച്ചോ, ഇവിടെ 2 ആളുണ്ടെങ്കിൽ എന്നെയാണ് ഫോക്കസ് ചെയ്യാൻ കൊടുത്തതെങ്കിൽ എൻ്റെ വോയിസ് മാത്രമേ അത് എടുക്കുള്ളൂ. 4 മൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 4K 120 FPS കൊണ്ടുവന്നു. നിങ്ങൾക്ക് നോൺ പ്രോ മോഡൽ 4K 60 FPS ആണ്. ഇവിടെ 120 FPS കൊണ്ടുവന്നു, നല്ല കാര്യം. പിന്നെ സ്പേഷ്യൽ ഓഡിയോൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇവിടെയും എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്, ഇവിടെ USB വേർഷൻ 3.1 ഒക്കെയാണ് കിട്ടുന്നത്. 3.1 3.0 ആണ്. USB Gen 3 എന്നേ പറയുന്നുള്ളവർ. ഇവിടെയും പ്രശ്നം എന്ന് പറയുന്നത് പ്രോ മോഡൽ നിങ്ങൾക്ക് 128 GB മാത്രമാണ്. Pro Max നിങ്ങൾക്ക് 256 GB കിട്ടുന്നുള്ളൂ. പ്രൈസ് 120 ആണ് സ്റ്റാർട്ടിങ്. പ്രോവിന് Pro Maxന് 145 ആണ്. ഇവിടെ ഒരു ചെറിയ നല്ല കാര്യമായിട്ട് തോന്നി. ഏകദേശം 10,000 രൂപ കഴിഞ്ഞ കൊല്ലത്തേനേക്കാളും കുറച്ചു. അതായത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് പ്രോയും Pro Maxും. സോ അതുകൊണ്ട് അവർ പ്രൈസ് കുറച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇങ്ങനെ ആപ്പിളൊക്കെ പ്രൈസ് കുറയ്ക്കുന്നതാണ് ഞാൻ ചിന്തിച്ച്. അപ്പം ഞാൻ എന്തായാലും നല്ല കാര്യമായിട്ട് തോന്നി. ഇപ്രാവശ്യത്തെ ആപ്പിൾ ഇവൻറ്റിനെ കുറിച്ച് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു, വലിയ ഇന്നോവേഷനൊന്നുമില്ല. പക്ഷെ എവിടേക്കോ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ പ്രൈസും കൂടി കുറച്ചുകൊണ്ട് അതെങ്കിലും ഒരു സന്തോഷമുണ്ട്. പിന്നെ 60 Hz വളരെ മോശമായിപ്പോയി. 128 GB അവർക്ക് മാറ്റാമായിരുന്നു. 256 GB ബേസ് വേരിയൻ്റ് ആക്കണം.
എന്നെനിക്ക് തോന്നി. കാരണം ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഇപ്പോൾ ബേസിക് 256GB കിട്ടുന്നുണ്ട്. അതെനിക്ക് ഗൂഗിളും പിക്സലും ഗൂഗിൾ പിക്സലും ഈ ആപ്പിളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം അതേപോലെയാണല്ലോ നമുക്ക് TWS ട്രെൻഡിങ് ആയി വന്ന സമയത്താണ് ഈ ഹെഡ്ഫോൺ സ്റ്റാക്ക് ഒരു പതുക്കെടുത്ത് ഒഴിവാക്കി. അങ്ങനെ ഈ എയർപോഡ്സും പിന്നെ പിക്സലിൻ്റെ അവരുടേതായ സാധനങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ചൊരു പ്രീമിയം ഫോൺസിലേക്ക് നിങ്ങൾക്ക് ഹെഡ്ഫോൺ സ്റ്റാക്ക് കിട്ടാതെ ആയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സംഭവം. നിങ്ങൾക്ക് ക്ലൗഡ് സ്റ്റോറേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഈ സ്റ്റോറേജ് ഓപ്ഷൻ തരാത്തത്. പക്ഷെ നല്ല പരിപാടിയാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം 80,000, 90,000, 1,00,000 ഒക്കെ കൊടുത്തു വാങ്ങുന്ന ഫോണാണ്. പൈസയ്ക്ക് അവർ വില തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടുതൽ അധികം ആരൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്ഥലം ബെല്ലൈക്കൺ കൊടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.